അത് തന്നെ സ്പ്രിംഗ് ആവും. കുറെ നാൾ കൂടി വെയിൽ കണ്ടു ഗൈസ്. എനിക്ക് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി ഗൈസ്. ഷി വർക്ക്സ് ഹിയർ. ഒരേ ടീഷർട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി. കുളിച്ചൂടാടാ നിനക്ക്? കുളിക്കണം. മഞ്ഞുണ്ടാക്കാൻ വേണ്ടി ഒരു ബെൽ പേപ്പറും ഒരു പീസ് വെക്കണം. എന്നെ എടുത്തോണ്ടിരിക്കാതെ അത് എടുക്കണം. ഇത് അത്ര ഹെൽത്തി ആയ ഫുഡല്ലേ. തേങ്ങാ ചമ്മന്തി പറയും. Living life every day, late at night, not okay. All I want, and I pray, all I need. ഗൈസ്, ഇന്ന് ബുധനാഴ്ച. അച്ചൂട്ടി പോണേൻ്റെ ഒരു ദിവസം മുമ്പ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് വയ്യാത്ത പറഞ്ഞുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. പക്ഷേ സ്റ്റിൽ വി ഡിസൈഡഡ് നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യാം. നൈറ്റ് ഞങ്ങളുടെ ഓൺ പാർട്ടി എന്തെങ്കിലും നടത്താൻ വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആരും വരുന്നില്ല. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് അസ്. ലെറ്റ്സ് ഹാവ് എ ഷോ പാർട്ടി. ഓക്കെ, എനിവേ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവ്മസ്ത്. ഞാൻ രാവിലെ ഞങ്ങൾ എണീറ്റ് ഒരു റീലൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു റീലൊക്കെ ചെയ്തു. ഞാനിപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രെഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ ഇന്നലെ മീൻകറി ഉണ്ടാക്കി. ഇന്നലെ ഉണ്ടാക്കിയ മീൻകറി ഇച്ചിരി തിളപ്പിക്കാൻ വെച്ചു. അച്ചൂട്ടിയുടെ കെയർ ഓഫിൽ എനിക്ക് കോസ്കോഡ് ഒരു മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ അതെടുക്കാൻ പോയപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു. നീ എന്നും ഈ ടീഷർട്ട് തന്നെ ഇട്ട് എൻ്റെ വ്ളോഗിൽ വരും അച്ചൂട്ടി. എൻ്റെ എല്ലാ വ്ളോഗിലും നീ ഈ ടീഷർട്ടാണ്. കുളിച്ചൂടാടാ നിനക്ക്? കുളിക്കണം. അപ്പം നമുക്ക് പോയി ടി വി കണ്ടുകൊണ്ട് ചോറ് കഴിക്കാം. ഇന്നവിടെ ഭയങ്കര വെയിലാണ് പുറത്ത്. പക്ഷേ ഐസൊന്നും ഉരുകിയിട്ടില്ല. ഐസെല്ലാം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ നല്ല വെയിലുണ്ട് പുറത്ത്. സോ ഹാപ്പി ടു സീ ദിസ് വെതർ. ഒരു ഗ്ലൂമി അല്ലാത്ത വെതറെ കാണുമ്പം ഭയങ്കര മനസ്സിനൊരു സുഖമാണ്. സിറ്റച്ചുട്ടി ചോറ് ഭയങ്കര എരിവുള്ള മീൻകറിയാണ്. യമ്മി പറ. ഒന്നൊന്ന് നോക്കി, ക്യാമറ നോക്കി. ഇത് ഞങ്ങൾ യമ്മി പറയും. So we're gonna have this berries with covered the ice cream. മന്തി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഇൻഡിപെൻഡൻറ്റ് ഗ്രോസറീസിൽ പോവാണ്. സോ അതാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നല്ല ക്ലൈമറ്റാണ് പുറത്ത്. സോ തണുപ്പിട്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഇച്ചിരി വെയിൽ വന്നാൽ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ഒരു മണ്ടൻ എൻ്റെ വീട്ടിലുണ്ട്. തണുപ്പുണ്ട്, കുഴപ്പമില്ല. Look at the climate. Oh, so beautiful. അത് തന്നെ സ്പ്രിംഗ് ആവും. സോ അത് കഴിഞ്ഞാൽ സമ്മർ. I am so excited for summer. Let's go. Hi. Okay, so നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് ഗ്രോസറിയിലാണ്. നമ്മൾ യൂഷ്വലി ഫുഡ് ബേസിക്സിൽ പോയിട്ടാണ് ചിക്കനൊക്കെ വാങ്ങിക്കാറ്. കാരണം അവിടെയാണ് കുറച്ചും കൂടി ചീപ്പ്. പക്ഷേ നല്ല ക്വാളിറ്റി ചിക്കനൊക്കെ കിട്ടണമെങ്കിൽ ഐ തിങ്ക് ഇൻഡിപെൻഡൻറ്റ് ഇസ് ബെറ്റർ. സോ അച്ചൂട്ടി വന്നുകൊണ്ട് കുറച്ച് ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കാം. എത്ര വെയിൽ കണ്ടിട്ട് എത്ര നാളായി. സോ ഗുഡ്, സോ ഗുഡ്. വെയിൽ കാണുമ്പോൾ ഇച്ചിരി വെയിൽ വന്നാൽ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ഒരു മണ്ടൻ എൻ്റെ വീട്ടിലുണ്ട്. Perfect. Let's go. Sky കാണാൻ. ഓക്കെ, കുറെ നാൾ കൂടി വെയിൽ കണ്ടു ഗൈസ്. അത്ര വലിയ തണുപ്പൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്ന ടൈപ്പേ ഉള്ളൂ. എനിക്ക് ഇപ്പം എത്രയാണ് ടെമ്പറേച്ചർ എന്നൊന്നും അറിയില്ല, ബട്ട് ഇറ്റ്സ് ബെയറബിൾ. Chula's coming. അകത്ത് ചെന്നാൽ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഐ യൂഷ്വലി ഡോണ്ട് ടേക്ക് മച്ച് വീഡിയോസ് വെൻ ഐ ആം ഇൻസൈഡ് ദ ഗ്രോസറി സ്റ്റോർ. നമുക്ക് ഈ ഗ്രിൽസറീസ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച
പുതിനയില കൊള്ളില്ലായിരുന്നു. സോ ലെറ്റ്സ് ബൈ ദിസ് വൺ. മതി, എനിക്ക് അറിയത്തില്ല. മന്തി ഉണ്ടാക്കാൻ പറ്റും. ആ പീസ് പക്ഷെ 3 എണ്ണയുള്ള ആദ്യം. മതി. എനിക്ക് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി ഗൈസ്. ഷി വർക്ക്സ് ഹിയർ. സോ ബി ബാക്ക്. ഞാൻ ഷോൾസ് ഒക്കെ വാങ്ങിച്ചു. നമുക്ക് ഇനി മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. Right away we are starting to make mandi. Vayo. So let's start mandi preparations. Potiki, enkinda annattarana. ഒരേ ടീഷർട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി. എന്നാലും 3-4 ദിവസമായില്ലേ? എന്താണ് ഗൈസ് ഇങ്ങനെ? സ്വല്പം മഞ്ഞ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബെൽ പെപ്പറും 2 സവോള ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി അരിഞ്ഞൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഞാനിവിടെ എല്ലാ പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒനിയൻസ്, പുതിനയില, മല്ലിയില, ഗ്രീൻ പെപ്പർ, പിന്നെ നമ്മുടെ പച്ചമുളക്. ഇതാണ് നമ്മൾ ചിക്കൻ കഴുകുന്ന ആൾ. ഒക്കേഷണലി മാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രം ഇതാ പുറത്തെടുത്തിരിക്കുന്നതാണ് ഗൈസ്. സെലിബ്രിറ്റീസ് വരുന്നതുകൊണ്ടൊന്നുമല്ല, എല്ലാവർക്കും കഴിക്കാനുള്ള തയ്യാണ് അതിന് വേണ്ടി. ഓക്കെ, നമ്മളിപ്പോൾ ചിക്കനിലുള്ള മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ ആദ്യം ചിക്കനല്ലേ ഇവിടെ നിരത്തണം. ഓക്കെ, അച്ചോട്ടിക്കമാ ചിക്കൻ, സാധനങ്ങളൊന്നും തട്ടി മറിക്കരുത്. മതി, മാറ്റിക്കാം. നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കൊടുക്കും. ചിക്കനിലേക്ക് നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഡിമക്കൻ ഇങ്ങോട്ട് വന്നേ. പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, കുരുമുളക്, മല്ലി, പിന്നെ ഉണക്കനാരങ്ങ ഒരെണ്ണം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പെപ്പർ, പച്ചമുളക്, chopped onions, പുതിനയില, മീൻസ് മല്ലിയില. നമ്മളതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൊത്തം മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി അതിലേക്ക് നമുക്ക് മാഗി ക്യൂബ്സ് 4 മാഗി ക്യൂബ്സ് പൊടിച്ചോണ്ടിട്ടാ. മോളെ നമ്മള് ഫിറോസിക്കയുടെ വീഡിയോ ഒക്കെ കാണുന്ന. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ഗരം മസാല, കുറച്ച് എണ്ണ. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. ലേശം ഉപ്പ്, ബിക്കോസ് ഇതിനകത്ത് ഓൾറെഡി മാഗി ക്യൂബ്സിൻ്റെ അകത്ത് ഉപ്പുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പുണ്ട്. സോ ഓക്കെ, ഇനി നമുക്കിതിനെ തിരുമാം. പൊടികളും
പണ്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ഒരു മിടിക്കായിരുന്നു എന്ന് എല്ലാവരും പറയാം. അങ്ങനല്ല, ഇളക്കാൻ നീ മിടിക്കായിരുന്നു. തന്നെയാണ്. ഓക്കെ, ഇപ്പം ഞാനിതിനെ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മന്തി. ഓക്കെ, ഇനി നമുക്കിതിവിടെ കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. റൈസ് നമ്മളിത് ഓൾറെഡി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, കഴുകി. ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് അതിലേക്ക് ആഡ് ചെയ്യും. ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം ഗൈസ്. ചിക്കൻ മറിച്ചിട്ട് സോ ഗുഡ്. ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇത് ഓൾമോസ്റ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചിക്കൻ മാറ്റാം. ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഈ ചിക്കൻ മാറ്റി. ഇനി നമുക്ക് ഈ ബ്രോത്തിനകത്തേക്ക് റൈസ് ഇടണം. ഇതായത് നമ്മുടെ റൈസ് ഞാൻ കുതിർത്തോണ്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് 2 സ്ലൈസ് ഓഫ് ലെമണും കുറച്ച് നാരങ്ങയും കൂടി നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വേണ്ടി വരും. അരിയുടെ പൊക്കത്തായിട്ട് ഒരു ഇച്ചിരി കൂടി വെള്ളം മതി. അതിൽ കൂടുതൽ വെള്ളമൊന്നും വേണ്ട. ചെറിയൊരു മാരിനേഷൻ കൂടി ചിക്കനിൽ ചെയ്യണം. ജസ്റ്റ് അതുകൂടി ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ തന്നെ ചിക്കൻ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇതിന് പാകത്തിൽ മാക്കിയെടുക്കണം. പിന്നെ ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കും കുറച്ചു നേരം വേവിക്കാൻ വേണ്ടിയിട്ട്. തൽക്കാലം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കാം തിള വരുന്നവരെ. മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ കശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. നമുക്ക് ഈ മസാല ഈ ചിക്കനിലേക്ക് തിരിച്ച് പിടിപ്പിക്കണം ഗൈസ്. നമ്മൾ എയർ ഫ്രയറിൽ വെക്കാൻ പോവുകയാണ് നമ്മുടെ ചിക്കൻ. നമുക്കിത് ചുട്ടെടുക്കാനാണ് പറഞ്ഞിരുന്നത്. എന്നെ എടുത്തോണ്ടിരിക്കാൻ നമുക്ക് ഇതൊരു ബാച്ച് ബൈ ബാച്ച് ആയിട്ട് വെക്കാം. എത്രണെങ്കിലും കൊള്ളും. മേ ബി ഒരു 3 pieces. All total we have like 6 pieces. So I was thinking 3 pieces each. 3 piece each. ഒരു ചെറിയ പീസ് കൂടി കിട്ടും. ബാക്കിയെല്ലാം ചെറുതാണോ? സെയിം സൈസ്. ഓക്കെ, സോ ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് നേരത്തെ യൂഷ്വലി നമ്മൾ ചിക്കൻ എയർ ഫ്രയറിൽ വെക്കണമെന്നൊന്നും വേണ്ട. മേ ബി ഒരു 10 minutes വെച്ചാൽ മതിയായിരിക്കും. നമ്മുടെ റൈസ് ഇപ്പം ഹാഫ് വേ ആയിട്ടുണ്ട്. ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഭയങ്കര ലോ ഹീറ്റിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഇതിന്റെ പൊക്കത്തേക്ക് നിർത്തുക, ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി പയ്യെ ചിക്കൻ ഓരോന്നായിട്ട് ഇതിന്റെ പൊക്കത്തേക്ക് നിരത്തി കൊടുക്കാം. തൽക്കാലം ഞാൻ 3 പീസേ വെക്കുന്നുള്ളൂ. ഇതിൽ ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കിട്ടണമെന്നേ ഉള്ളൂ. സോ 3 പീസ് വെച്ച് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതോടെ ഇങ്ങനെ ഇരിക്കട്ടെ. അതെ, പുതിയ ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ഗൈസ്. ആണോ? എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി മന്തി കഴിക്കാം. ആദ്യം എടുക്കുന്നത് സത്യം കുറച്ചേ കഴിക്കാവൂ. കാരണം ഇത് അത്ര ഹെൽത്തി ആയ ഫുഡല്ല. നീ ഇതിനു മുമ്പ് കഴിച്ച ഹെൽത്തി ആയ ഫുഡ് ഒന്ന് പറഞ്ഞേ. ചോറും മീൻകറിയും
ഓക്കെ. വിശപ്പില്ല. വിശപ്പില്ലേ നമ്മൾ മാറ്റി വെച്ചേക്കാം കേട്ടോ. അത് ഇതൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കാം. തേങ്ങാ ചമ്മന്തി. ഞാനിവിടെ കഴിക്കാനുള്ള സാധനം എടുത്തിരിക്കുന്നു. നമുക്കിനി മേളിൽ പോയിട്ട് റൈഫിൾ ക്ലബ് സിനിമ കണ്ടുകൊണ്ടിത് കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ. എന്തായാലും ടി വി കണ്ടുകൊണ്ട് മന്തി കഴിക്കാം. സോറി, നോട്ട് മന്തി, ചോറ് കഴിക്കാം. ഐസ്ക്രീമിനെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് അച്ചൂട്ടി. കണ്ട പട്ടി ഷോ കാണിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെക്കണം. എനിക്ക് കൂളിംഗ് ഗ്ലാസ് വേണ്ട. ഐ കൻ സീ മൈസെൽഫ് ഇൻ മൈ ഗ്ലാസസ്. വേറെ പച്ചക്കറി അരിയാനൊന്നുമില്ല. അരിയാനില്ല. ലെറ്റ്സ് ഡു ഇറ്റ്. തീറ്റ പണ്ടാരങ്ങൾ വരുമ്പോൾ എടുക്കുന്ന പാത്രത്തിന്റെ സൈസാണ് അത്. പട്ടിയെ കുറച്ചല്ല, ഞാൻ അവിടെ വീഡിയോ എടുക്കുക. ഗ്രാമ്പ് ഇടണം. ഗ്രാമ്പ് ഇനി സോറി, ഇനി അച്ചൂട്ടി കേട്ടോ. ഇനി അച്ചൂട്ടി ചെയ്യണം ബാക്കി എല്ലാ ആവശ്യത്തിനും. എല്ലാത്തിനും അച്ചേട്ടന്റെ കൈ എത്ര വെച്ച് ഒരു നാല് ഇത്ര നല്ല കൈയാർട്ടെന്ന് ചോദിച്ച് കമന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ മെൻഷൻ ചെയ്യണം. ഇതിപ്പോ വീഡിയോക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി ഫുള്ളി ഞങ്ങളെ കൊണ്ട് ചെയ്യും. പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണവരെ ഞാൻ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കും. ഇതും അതേപോലെ ഉടായിപ്പാട്. ഇത് പാത്രം കഴിയത്തില്ല. മാർച്ച് 2-ാം തീയതി 19 വയസ്സാകുമ്പോൾ എന്നെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇവര് ഒരു മാന്യമായൊരു കുട്ടിയെ പറ്റി പറയുന്നത് കേട്ടോ. ഞാനും മീൻകറി, നീയും മീൻകറി, ഞാനും മീൻകറി, എല്ലാരും മീൻകറി. അതുപോലെ ഒരു ഷോർട്ട് ബ്രേക്ക്.